നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ നൽകുന്നത് വിഷം ചേർത്ത വാഗ്ദാനം മാത്രമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ 1 ലക്ഷം കർഷക സമിതി ധർണ. ആശാവർക്കർമാരുടെ സമരം നീണ്ടുപോകാൻ കാരണം ആരോഗ്യമന്ത്രിയുടെ ഈഗോ. സമരാനുകൂലികളെ തീവ്രവാദികളെന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി ആക്ഷേപിക്കുന്നു. LDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃശൂർ കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് നിഗമനം. പാലക്കാട് നഗരപരിധിയിൽ ശുദ്ധജല വിതരണം അവതാളത്തിൽ. 22 ദിവസമായി പല പ്രദേശങ്ങളിലും വെള്ളമില്ല. ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് BJP പ്രതിഷേധം. വടക്കന്തറയിൽ നഗരസഭ നിർമ്മിച്ചു നൽകിയ വാട്ടർ ടാങ്ക് ഉടൻ കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യം. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി സെസ് പിരിക്കാത്തതിനെതിരെ പറളിയിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ധർണ. തൃശൂർ നഗരത്തിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കത്തിനശിച്ച ഷൊർണൂർ റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 3 ബൈക്കുകൾ. ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ആവാസം, പശ്ചാത്തലം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 44.5 കോടി രൂപയുടെ വാർഷിക ബജറ്റ് എല്ലാ മേഖലകളിലും വികസനം ഉറപ്പാക്കും വിധം സന്തുലിതമെന്ന് ഭരണസമിതി. തുടങ്ങിവെച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കുക പ്രധാന ലക്ഷ്യം. കോട്ടായി ചെമ്പൈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവത്തിന് കൊടിയേറി. ഏകാദശി സംഗീതോത്സവം ശനിയാഴ്ച തുടങ്ങും. ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ദേശങ്ങളിൽ ആഘോഷങ്ങൾ സജീവം. കുളപ്പുള്ളി തൃപ്പുറ്റക്കാവ് താലപ്പൊലിക്ക് ഒരുക്കങ്ങളായി. താലപ്പൊലി മാർച്ച് 9. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ നൽകുന്നത് വിഷം ചേർത്ത വാഗ്ദാനം മാത്രമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 1 ലക്ഷം കർഷക സമിതി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനകീയ പദ്ധതികളെ പരിഗണിക്കാതെ അമ്പരചുംബികളായ കടലാസു പദ്ധതികൾക്ക് പിന്നാലെയാണ് സർക്കാരെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുറ്റപ്പെടുത്തി. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്? ആരെ സഹായിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാതെ നമ്മൾ അമ്പരചുംബികളായ പദ്ധതികൾ, കടലാസ പദ്ധതികളുടെ പിന്നാലെ മാത്രം പോകുന്നത് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിരവധി ആളുകൾ പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ന്യായമായ സമരം, ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും സമര ഐക്യദാർഢ്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുവാൻ ഈ വിഷയം സഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റിലെ ആനുകൂല്യമായി പ്രഖ്യാപിച്ചൊരു കാര്യത്തോടുള്ള സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരായി തീർച്ചയായും നിയമസഭയ്ക്കകത്ത് തന്നെ നിങ്ങളുടെ നാവായി ശബ്ദമായി ശബ്ദമുയർത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടിക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാനായി 1994 കരുണാകരൻ സർക്കാരാണ് 1 ലക്ഷം കർഷക സമിതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. വിളനാശത്തിന് നഷ്ടപരിഹാരം, ഇൻഷുറൻസ്, പെൻഷൻ, അപകടം, മരണം എന്നിവ സംഭവിച്ചാൽ ആശ്രിതർക്ക് ധനസഹായം തുടങ്ങി ഒട്ടേറെ ക്ഷേമകാര്യങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പദ്ധതിയിൽ അംഗമാകാനായി ഓരോരുത്തരും 1100 രൂപ വീതം അടച്ചിരുന്നു. എന്നാൽ ഭൂരിപക്ഷം പേർക്കും കാലാവധി കഴിഞ്ഞിട്ടും പെൻഷൻ ലഭിക്കുന്നില്ല. ചുരുക്കം ചിലർക്ക് പെൻഷൻ ലഭിച്ചെങ്കിലും നിലച്ച അവസ്ഥയാണ്. പ്രശ്നപരിഹാരത്തിനായി സർക്കാരിനെ നിരവധി തവണ സമീപിച്ചെങ്കിലും ഫലമില്ലാതെ വന്നതോടെയാണ് 1 ലക്ഷം കർഷക സമിതി സമരത്തിനിറങ്ങിയത്. സംസ്ഥാന പ്രസിഡന്റ് KP ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് S ശശിധരൻ, കൺവീനർ ഗിരീഷ് കുമാർ, സെക്രട്ടറി CC കുട്ടപ്പൻ, KR സാജുമോൻ, KB അജോയ്, സുരേഷ് ആനക്കര, സന്തോഷ് മലമ്പുഴ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഈഗോയാണ് ആശാവർക്കർമാരുടെ സമരം നീണ്ടുപോകാൻ കാരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സമരത്തെ അനുകൂലിക്കുന്നവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. വേതന വിഷയത്തിൽ LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിച്ചില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പറഞ്ഞു.
232 രൂപ മാത്രമാണ് ആശാ വർക്കർമാർക്ക് ദിവസം ലഭിക്കുന്നത്. തുച്ഛമായ ഈ തുകയിൽ പോലും കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകർ സമരം നടത്തുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ തീവ്രവാദിയുടെ ശബ്ദമെന്നാണ് ഇതിനെ സർക്കാർ ആക്ഷേപിച്ചത്. LDF പ്രകടന പത്രികയിൽ ആശാവർക്കർമാരുടെ ദിവസവേതനം 700 രൂപയാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതാണ്. ഈ വാഗ്ദാനം ഇടത് സർക്കാർ ലംഘിച്ചെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാജ്യത്ത് കൂടുതൽ വേതനം ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നത് കേരളത്തിലാണെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. സിക്കിമിൽ 10,000 രൂപ ആശാപ്രവർത്തകർക്ക് വേതനം ലഭിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടെ ആരോഗ്യമന്ത്രി ഒളിച്ചു കളിക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപിച്ചു. 1/10/2022 1/10/2022 ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആശാ വർക്കർമാരുടെ വേതനം 6,000 നിന്ന് 10,000 ആക്കി വർദ്ധിപ്പിച്ചു എന്നത്. അപ്പൊ ഈ ഒരു ഉത്തരവും പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയുമാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആ വിഷയത്തിൽ മാത്രമായിട്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ വിഷയത്തിനകത്ത് മാത്രം പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ 2 തെളിവുകളാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അവർക്ക് സിക്കിമിൽ നിന്ന് കിട്ടിയ വിവരം അങ്ങനെയല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി മനോരമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് മനോരമയിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത ഡോക്ടർ നമിത എച്ച് സുബ്ബ അവര് സിക്കിമിലെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പ്രോഗ്രാം ഓഫീസറാണ്. അവർ മനോരമയോട് പറഞ്ഞിരിക്കുന്ന വിവരം കേരളത്തിലെ വിവാദം എന്താണെന്ന് അറിയില്ല, സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ച് 10,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആശാ വർക്കർമാരോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ BJP ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടിയാണ് ഈ ആശാപ്രവർത്തകർക്കുൾപ്പെടെ നൽകുവാനായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് എങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി മുഴുവൻ സംഖ്യയും നൽകിയിട്ടും ഇപ്പോഴും കുറ്റം പറയുന്നത് കേന്ദ്രമൊന്നും തരുന്നില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, അതായത് 10 വർഷത്തിന് മുമ്പ് ഇവിടെ UPA സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നതല്ലോ. എന്താണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവർ കൊണ്ടുകൊടുത്തിട്ടുള്ളത്? ഇവിടുത്തെ അംഗനവാടി ആശാ വർക്കർമാർക്കൊക്കെ എന്ത് കുന്തമാണ് കൊടുത്തിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതല്ലേ ഇവരൊക്കെ? മണ്ഡലം പ്രസിഡന്റ് MA രാജു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിജീഷ് അള്ളന്നൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷിജി നാരായണൻ, K ധന്യ, മുൻ മണ്ഡലം പ്രസിഡന്റ് BR രാജകുമാർ, സജി മാസ്റ്റർ, മണ്ഡലം ഭാരവാഹികളായ K ഉണ്ണികൃഷ്ണൻ, P രാധാകൃഷ്ണൻ, നിഷ K ഗണേഷ്, അജിത സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ കൊരട്ടിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കോതമംഗലം സ്വദേശി 46 വയസ്സുള്ള ജയ്മോൻ, മകൾ 11 വയസ്സുള്ള ജോയന്ന എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 5:15 കൊരട്ടി ലത്തീൻപള്ളിക്ക് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ മരത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. കോതമംഗലം സ്വദേശി 46 വയസ്സുള്ള ജയ്മോൻ, മകൾ 11 വയസ്സുള്ള ജോയന്ന എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ അമ്മ മഞ്ജു, മകൻ ജോയൽ, ഒപ്പമുണ്ടായിരുന്ന ബന്ധുവായ അലൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കറുക്കുറ്റിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകും വഴി നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിൽ വാറ്റുചാരായം വീട്ടിൽ വെച്ച് വാറ്റി വിൽക്കുന്ന മധ്യവയസ്കനെ ചേലക്കര പോലീസ് പിടികൂടി. ചേലക്കോട് സ്വദേശിയായ മുത്തങ്ങക്കുണ്ടിൽ 55 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതിയിൽ നിന്നും 1/2 ലിറ്റർ ചാരായവും നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും വീട്ടിൽ നിന്ന് പിടികൂടി. ചേലക്കര CI K സതീഷ് കുമാർ, SI മാരായ ജോളി സെബാസ്റ്റ്യൻ, അബ്ദുൾ സലീം, സന്തോഷ് കുമാർ, CPOമാരായ പ്രവീൺ, ഗിരീഷ്, അഖിൽ കൃഷ്ണൻ, സന്ദീപ്, ബിപിൻ രാജ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ നഗരത്തിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾക്ക് തീപിടിച്ചു. നായക്കനാലിന് സമീപം ഷൊർണൂർ റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് കത്തി നശിച്ചത്. ഉച്ചയ്ക്ക് 11:45 സംഭവം. പാർക്ക് ചെയ്ത ബൈക്കുകളിലാണ് തീപിടിച്ചത്. ആദ്യം ഒരു ബൈക്കിൽ തീപിടിച്ചു. പിന്നീട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന 2 ബൈക്കുകളിലേക്ക് തീ പടരുകയായിരുന്നു. വിവരമറിഞ്ഞ തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം 3/4 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് ബൈക്കിൽ തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തുണ്ടായിരുന്ന കാറിലേക്ക് തീ പടരാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാലയങ്ങളിൽ നിർമ്മിക്കുന്ന ഔഷധോദ്യാനത്തിന്റെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മൂലൂർക്കര ALP സ്കൂളിൽ നടന്നു. മുഹമ്മദ് മൂസിൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 വിദ്യാലയങ്ങളിലായാണ് ഔഷധോദ്യാനം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവ നിർമ്മിക്കുക. ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം നിർമ്മിക്കുന്നത്. ആയിട്ടുള്ള നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്കൂളുകളിൽ ഔഷധ ഉദ്യാനം എന്ന കൺസെപ്റ്റ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ് എന്നത് മാത്രമല്ല കുട്ടികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി അവബോധമുണ്ടാക്കാനും ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഈ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായി അറിവ് ലഭ്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓങ്ങല്ലൂരിലെ മൂലൂർക്കര ALP സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജലജ ശശികുമാർ, K പുഷ്പലത, ദിവ്യ, ഷിഹാബുദ്ദീൻ, മുജീബുദ്ദീൻ, നാരായണൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വേനൽ ശക്തമാകും മുമ്പേ പാലക്കാട് നഗരസഭാ പരിധിയിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. ജലവിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കഴിഞ്ഞ 22 ദിവസമായി പാലക്കാട് നഗരസഭാ പരിധിയിലെ പല വാർഡുകളിലും കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് BJP പ്രവർത്തകർ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും പരിഹാരമാകാത്ത സാഹചര്യത്തിലായിരുന്നു ഉപരോധം. വടക്കന്തറയിലെ വാട്ടർ അതോറിറ്റി കെട്ടിടത്തിൽ നഗരസഭ നിർമ്മിച്ചു നൽകിയ വാട്ടർ ടാങ്ക് കമ്മീഷൻ ചെയ്യണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം മിക്കയിടത്തും പൈപ്പ് തകർന്ന് ജലം പാഴാവുകയാണ്. കുടിവെള്ള പൈപ്പുകളിലെ ലീക്കേജ് മൂലം വീടുകളിലേക്ക് വെള്ളമെത്തുന്നില്ല. നഗരപരിധിയിലെ കുടിവെള്ള വിതരണത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് വടക്കന്തറ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നഗരസഭ ടാങ്ക് നിർമ്മിച്ചത്. ടാങ്ക് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും പ്രവർത്തനാനുമതി നൽകാത്തത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ഉപരോധക്കാർ ആരോപിച്ചു. വടക്കന്തറയിലെ ടാങ്ക് കമ്മീഷൻ ചെയ്താൽ നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ നേട്ടം നഗരസഭ ഭരിക്കുന്ന BJPക്ക് ലഭിക്കുമെന്നതുകൊണ്ടാണ് കമ്മീഷൻ വൈകിപ്പിക്കുന്നതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കെതിരെയുള്ള ഉപരോധം നീണ്ടതോടെ സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ, മിലൻ, നവീൻ വടക്കന്തറ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി സെസ് പിരിക്കാത്തതിനെതിരെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. CPM പറളി ലോക്കൽ സെക്രട്ടറി PC അശോക് കുമാർ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി റഷീദ്, KN ചന്ദ്രൻ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ആവാസം, പശ്ചാത്തലം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ലഭ്യമായ തുക കണക്കാക്കി പരമാവധി മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിൽ സന്തുലിതമാണ് ബജറ്റെന്ന് ഭരണപക്ഷം അവകാശപ്പെട്ടു.
44,79,43,686 രൂപ ആകെ വരവും 44,32,12,500 രൂപ ചെലവും 47,31,186 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗം പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ഒ എ ബാബു സ്വാഗതം പറഞ്ഞു. ഭരണസമിതിയുടെ കാലയളവിലെ അവസാന ബജറ്റായതുകൊണ്ട് തന്നെ മുൻവർഷങ്ങളിലെ ബജറ്റുകളുടെ അവലോകനവുമുണ്ടായി. ലഭ്യമായ തുക കണക്കാക്കി പരമാവധി മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിൽ സന്തുലിതമായ ബജറ്റാണ് ഇത്തവണത്തേതെന്ന് ഭരണസമിതി അവകാശപ്പെട്ടു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന GHW LP സ്കൂൾ അധ്യാപികയും പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥയുമായ അംബിക ടീച്ചർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായ കെ മഹേഷ്, അഭിനന്ദ്, എം ശ്രുതി എന്നിവരെ അനുമോദിച്ചു. വിദ്യാർത്ഥികളും യുവജനങ്ങളും മാരകമായ മയക്കുമരുന്നിന് കൂടുതൽ അടിമകളാകുന്നതും അതിനോടനുബന്ധിച്ച ആക്രമണങ്ങളും കൊലപാതകങ്ങളും നിത്യേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമായ സാഹചര്യത്തിൽ ലഹരിമുക്ത അമ്പലപ്പാറ എന്ന വലിയ ലക്ഷ്യത്തിന് ഊന്നൽ നൽകി ബോധവൽക്കരണത്തിനും കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ ഉൾപ്പെടെയുള്ള കർമ്മപരിപാടികൾക്കും ബജറ്റ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ സൗജന്യ കൗൺസിലിംഗ് നൽകുന്നതിനായി പഞ്ചായത്തിൽ തന്നെ ആവശ്യമായ കൗൺസിലറെ നിയമിക്കുന്നതിന് പദ്ധതി രൂപീകരിക്കും. ഭരണസമിതി ഇതിനകം തുടങ്ങിവെച്ച വിവിധ മേഖലകളുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് ബജറ്റ് പ്രാമുഖ്യം നൽകുന്നു. പശ്ചാത്തല മേഖലയ്ക്ക് 6 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. തനത് ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ കൂടി ലഭ്യമാകും. MP, MLA, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി പശ്ചാത്തല മേഖലയിൽ വൻ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് പഞ്ചായത്തെന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നു. കാർഷിക മേഖലയ്ക്ക് 1,19,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീരവികസനത്തിന് 15 ലക്ഷം രൂപ നീക്കിവെച്ചു. പട്ടികജാതി വികസനത്തിനായി 1,50,16,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകുന്നതിനും വിവാഹ ധനസഹായത്തിനും വയോജന ക്ഷേമത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ പ്രാമുഖ്യം നൽകിയ പാർപ്പിട മേഖലയ്ക്ക് ലൈഫ് മിഷൻ, PMAY ഉൾപ്പെടെയുള്ള സ്കീം വഴിയുള്ള ഭവന പദ്ധതികൾക്ക് 1,40,00,000 രൂപ വകയിരുത്തി. ഭവന പുനരുദ്ധാരണ മേഖലയ്ക്ക് പദ്ധതി വിഹിതത്തിന് പുറമെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും വിഭിന്നമായി തനത് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് 54 ലക്ഷം രൂപയും ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് 6,34,00,000 രൂപയും വകയിരുത്തി. വയോജനക്ഷേമത്തിന് 20 ലക്ഷം രൂപ നീക്കിവെച്ചു. ആരോഗ്യമേഖലയുടെ ഉന്നമനത്തിനായി 70 ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ആസ്തി വികസന പദ്ധതികൾക്ക് ഇക്കൊല്ലം ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അധികൃതർ അവകാശപ്പെട്ടു. നവകേരള മിഷന്റെ ഭാഗമായ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി, സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള ഹരിത കേരളം പദ്ധതി, എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ആർദ്രം പദ്ധതി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. CPM പെരുമുടിയൂർ ലോക്കൽ കമ്മിറ്റിയും വാണിയംകുളം PK ദാസ് ആശുപത്രിയും സംയുക്തമായി കൊടുമുണ്ടയിൽ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM പെരുമുടിയൂർ ലോക്കൽ കമ്മിറ്റിയുടെയും വാണിയംകുളം PK ദാസ് ആശുപത്രിയുടെ സഹകരണത്തോടുകൂടിയാണ് കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിൽ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. LC സെക്രട്ടറി PM ഉഷ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, M ശങ്കരൻകുട്ടി, P ഷൺമുഖൻ, K സുകുമാരൻ, K ബിന്ദു, PK ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. PK ദാസ് ആശുപത്രിയിലെ ഡോക്ടർമാരായ
ദിവ്യ, ശിവപ്രിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രോഗികളെ പരിശോധിച്ചത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ഷഫീന, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമ PC, പഞ്ചായത്ത് അംഗങ്ങൾ, മത്സ്യകൃഷി കോർഡിനേറ്റർ KA അജീഷ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ അരുൺ K എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കർഷകർക്കുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും നടത്തിയത്. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് പൊതുകുളങ്ങളിൽ മത്സ്യകൃഷി നിക്ഷേപിക്കുന്ന ഈ പദ്ധതി. എന്തായാലും നല്ല മത്സ്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിനും അതുപോലെ തന്നെ ഇതിന്റെ കർഷകരിലൂടെ കൂടുതൽ ആളുകൾക്ക് മത്സ്യകൃഷി എത്തിക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 12ഓളം കുളങ്ങളിലാണ്, പൊതുകുളങ്ങളിലാണ് ഇന്ന് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. തദ്ദേശീയ മത്സ്യങ്ങളുടെ വംശവർദ്ധനവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം മത്സ്യ ഇനങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി ഈ വർഷം വരാൽ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് 12 പൊതുകുളങ്ങളിലായി നിക്ഷേപിച്ചത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തറവാട്ട് ക്ഷേത്രമായ ചെമ്പൈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവത്തിന് കൊടിയേറി. ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിന് മാർച്ച് 8 തുടക്കം കുറിക്കും. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് പറളി മാണിക്യൻ, രാംകുമാർ എന്നിവരുടെ നാദസ്വര കച്ചേരിയുടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വൈകുന്നേരം 7 കൊടിയേറ്റത്തിന് അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. സംഗീത സാമ്രാട്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1914 തുടങ്ങിവെച്ച ആരാധനയുടെ 111ാം വാർഷികം കൂടിയാണിത്. അനുബന്ധമായി നടക്കുന്ന സംഗീതോത്സവം മാർച്ച് 8 ശനിയാഴ്ച വൈകിട്ട് 6 പ്രശസ്ത സംഗീതജ്ഞൻ TV ഗോപാലകൃഷ്ണന്റെ കച്ചേരിയോടെ തുടക്കം കുറിക്കും. വൈകിട്ട് 7:30 സുകുമാരി നരേന്ദ്രമേനോന്റെ കച്ചേരി അരങ്ങേറ്റവും മാർച്ച് 9 ഞായറാഴ്ച വൈകുന്നേരം 6 ഡോക്ടർ NJ നന്ദിനിയും 7:30 ആനയടി പ്രസാദും കച്ചേരികൾ അവതരിപ്പിക്കും. ഏകാദശി ദിനമായ മാർച്ച് 10 രാവിലെ 10 മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്താലാലാപനം, രാവിലെ 11 ചെമ്പൈ വിദ്യാപീഠം അധ്യാപകരും വിദ്യാർത്ഥികളും സംഗീതാരാധന, വൈകുന്നേരം 6 P പത്മേഷിന്റെ പുല്ലാങ്കുഴൽ വാദനം, 7 ഡോക്ടർ പോൾ പൂവത്തിങ്കിൽ, 7:30 പ്രകാശ് ഉള്ളിയേരി ഹാർമോണിയത്തിലും സൗന്ദരരാജൻ വീണയിലും സംയുക്തമായി അവതരിപ്പിക്കുന്ന ഉപകരണ സംഗീത കച്ചേരി, രാത്രി 8:30 വിജയ് യേശുദാസ് അവതരിപ്പിക്കുന്ന കച്ചേരി, 9:30 വയലിൻ വിദ്വാൻ CS അനുരൂപ്, കുമാരി പാർവതി ദിലീപ് എന്നിവരുടെ വയലിൻ കച്ചേരിയും നടക്കും. പ്രൊഫസർ R സ്വാമിനാഥൻ, ചെമ്പൈ വെങ്കട്ടരാമൻ, SR മഹാദേവ ശർമ്മ, ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം, റോജ തിരുവനന്തപുരം, അനൂപ് P ഭാസ്കർ, ജയദേവൻ, കൊല്ലം ശ്രീജിത്ത്, വിവേക് രാജ, CS ശ്രീമതി, കുടുംബരപ്പുള്ളി സുബ്ബരാമൻ വയലിൻ, N ഹരി ആലുവ, ഗോപാലകൃഷ്ണൻ കുഴമന്നം, രാമകൃഷ്ണൻ കല്ലേകളങ്കര, ഉണ്ണികൃഷ്ണൻ K, S മഹേഷ് കുമാർ, K ജയകൃഷ്ണൻ, അനിലക്കാട് ജയകൃഷ്ണൻ, വിത്തനശ്ശേരി മധുസൂദനൻ മൃദംഗം, തൃപ്പൂണിത്തറ രാധാകൃഷ്ണൻ, കോവൈ സുരേഷ്, ദീപു ഏലംകുളം, റിജു ഉണ്ണികൃഷ്ണൻ, നാരായണൻ പാലക്കാട്, ആലുവ രാജേഷ്, വെള്ളിനേഴി സതീഷ്, വെളുത്തന്നൂർ ശ്രീജിത്ത് ഘടം, മഹേഷ് മണി തബല, വെള്ളിനേഴി രമേശ് മുഗർശങ്ക് എന്നിവർ വിവിധ കച്ചേരികൾക്ക് പക്കവാദ്യക്കാരാവുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ കീഴത്തൂർ മുരുകൻ അറിയിച്ചു. ഏകാദശി ഉത്സവം മാർച്ച് 11 കൊടിയിറങ്ങും. ചെമ്പൈ സുരേഷ് ചെയർമാനായിട്ടുള്ള സംഘാടക സമിതിയാണ് ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. പ്രസിദ്ധമായ കുളപ്പുള്ളി തൃപ്പുറ്റ കളമ്പാട്ട് താലപ്പൊലിക്ക് ഒരുക്കങ്ങളായി. മാർച്ച് 9 നടക്കുന്ന താലപ്പൊലി ആഘോഷത്തെക്കുറിച്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. തെക്കുമുറി, പുറയംകുളങ്ങര, വടക്കുമുറി, പടിഞ്ഞാറ്റുമുറി, മേൽമുറി, നെടുമ്പറമ്പ് വിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലാണ് പ്രസിദ്ധമായ തൃപ്പുറ്റ താലപ്പൊലി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13 കളമ്പാട്ട് കൂറയിട്ടതോടെ ക്ഷേത്രം ഉത്സവ നിറവിലാണ്. ഇത്തവണ തെക്കുമുറി, പുറയംകുളങ്ങര ദേശങ്ങൾക്കാണ് പൂരം നടത്തിപ്പിന്റെ ചുമതലയെന്ന് ട്രസ്റ്റി ബോർഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 2 സഹസ്രദീപ സമർപ്പണം നടത്തിയിരുന്നു. അന്നേ ദിവസം കളമ്പാട്ട് നടത്തിയ മണികണ്ഠൻ തടയിൽ എന്ന ഭക്തൻ 10 കിടപ്പ് രോഗികൾക്ക് 10,001 രൂപ വീതം ധനസഹായം നൽകിയതായി ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു. വിപുലമായ പരിപാടികളാണ് ഇത്തവണയും താലപ്പൊലി ദിനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. തലയെടുപ്പുള്ള ഗജവീരന്മാർ വിവിധ വിഭാഗങ്ങൾക്കു വേണ്ടി തിടമ്പേറ്റും. കാള, നാടൻ കലാരൂപങ്ങൾ തുടങ്ങി
ഉത്സവ കാഴ്ചയുടെ എല്ലാ സമൃദ്ധിയും തൃപ്പുറ്റ താലപ്പൊലിക്കുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 9 വൈകുന്നേരം 5 മണിയോടെ വിവിധ വേലകൾ അതാത് സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച വാദ്യഘോഷങ്ങൾ ആരംഭിക്കും. മുറിയും പുറയംകുളങ്ങര വേല കമ്മിറ്റിയുമാണ് ഈ പൂരം നടത്തിപ്പുകാർ, ഉത്സവം നടത്തിപ്പുകാർ. അടുത്ത കൊല്ലം കഴിയുമ്പോൾ പടിഞ്ഞാറ്റുമുറി വടക്കുമുറിയാവും. അതിൻ്റെ അടുത്ത കൊല്ലം മേൽമുറി നെടുമ്പറമ്പാവും. 2 കൊല്ലം കൂടുമ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും. ഇതാണ് നമ്മുടെ താലപ്പൊലിയുടെ ഒരു ഉള്ളടക്കം. പിന്നെ എല്ലാ വേലകളും ഒരു 5 മണിക്ക് ഓടുകൂടി കാളകൾ പാട്ടുകണ്ടത്തിലിറങ്ങി ആ കാളകൾ അമ്പലപ്രദക്ഷിണത്തിനായി ഓരോന്നോരോന്നായി കയറി വരും. നമ്മൾ ചക്രം വെച്ച കാളകളെ അമ്പലത്തിലോട്ട് നമ്മൾ കയറ്റാറില്ല. ബാക്കി അല്ലാത്ത കാളകളെല്ലാം ഉള്ളിൽ കയറി തൊഴുതു പോകും. ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ അതിഗംഭീരമായ ഗാനമേള. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം സതീഷ്, ബോർഡ് മെമ്പർ ബി ശരത് ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹനചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് തെക്കുമംഗലം ദേശത്തിന്റെ പൂരാഘോഷ കലാപരിപാടികൾ തുടങ്ങി. കുഞ്ചൻ സ്മാരക വായനശാലയിലും ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ദേശകമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഹരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കെ ശ്രീവത്സൻ, സെക്രട്ടറി ഒ പി ശിവദാസ്, സി കെ ഉണ്ണികൃഷ്ണൻ, പരമേശ്വരൻ, സന്തോഷ്, സജേഷ്, ഗായത്രി രാജേഷ് എന്നിവർ സംസാരിച്ചു. അതിന് പിന്നിൽ കഴിയുന്ന വേണ്ടാൽ ഉദ്ദേശിക്കുന്ന പല ആളുകളും ഈ വാർത്തയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓൺലൈൻ ന്യൂസിന്റെ അടിയല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. 50 തവണകളിൽ 50 തവണയിൽ പറയുന്നത് ചരിത്രത്തിന്റെ അതൊരു പ്രശ്നമില്ല, ചരിത്രത്തിലേക്ക് കൂടിയിരിക്കും. ഇതൊരു താൽക്കാലികം മാത്രമാണ്. കൃത്യമായിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചടങ്ങിൽ ദേശകമ്മിറ്റി ഭാരവാഹികളായ KGS നമ്പൂതിരി, വിശ്വനാഥൻ നായർ, നാരായണൻ, കെ നാരായണൻ, MK ഗോപാലകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഓട്ടംതുള്ളൽ, കേളി, കുഞ്ചൻ സ്മാരക കലാസമിതിയുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSSPU കോങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ചു. കോങ്ങാട് NSS ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ദേവഭൂപേന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ സംവിധായകൻ ശിവകുമാർ മുച്ചേരി, കലാപ്രതിഭ ആദിത്യകൃഷ്ണ, സദനം ജ്യോതിഷ് ബാബു, ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണപ്രിയ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്, നവാബുജാൻ, അച്യുതാനന്ദൻ, നാരായണൻകുട്ടി മാസ്റ്റർ, PV സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. CB കൃഷ്ണകുമാർ പ്രാർത്ഥന ചൊല്ലി. ശുഭപുരം രാധാകൃഷ്ണൻ സ്വാഗതവും റൂറൽ ബ്ലോക്ക് അംഗം P ദിനകരൻ നന്ദിയും പറഞ്ഞു. ആദരിക്കാനായിട്ട് അത് പാട്ട് ചെയ്യുന്നു. അപ്പൊ അത് പാട്ട് എഴുതി കൊടുത്തത് ഞാനാണ്. പാട്ടിന്റെ തൊഴിൽ കുട്ടികളോട് ഞാനത് എഴുതി കൊടുത്തു. അപ്പൊ അതിലേക്ക് എന്റെ സാറിന്റെ സിനിമകള് അതുപോലെ തന്നെ പുസ്തകങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഞാനിവിടെ അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കും. എന്നോട് പറഞ്ഞു ഞാൻ പരിചയപ്പെടുത്താമോ? അപ്പൊ ഇന്ത്യൻ അദ്ദേഹം പരിപാടിക്ക് വരണ്ട എന്ന് വിചാരിച്ചിരുന്നു. വേറൊന്നല്ല, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഡോക്ടറെ കാണാൻ ആ സമയത്ത് ചെന്നൈ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുടുംബത്തിൽ പോകണ്ടെന്ന് തീരുമാനിച്ചപ്പോ വോയിസ് ഓഫ് നീലാംബരിയുടെ ഗാനാഞ്ജലിയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലക്കാട്ട് വനിതകൾക്കായി സാരി റൺ സംഘടിപ്പിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരായ മുന്നറിയിപ്പാണ് സാരി റൺ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും കരുത്തിന്റെയും പ്രഖ്യാപനം കൂടിയാണ് സാരി റൺ എന്ന് സംഘാടകർ പറഞ്ഞു. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ 300ഓളം വനിതകൾ തികച്ചും വ്യത്യസ്തവും പുതുമയാർന്നതുമായ ഈ പരിപാടിയിൽ പങ്കെടുക്കും. മാർച്ച് 8-ന് രാത്രി 9 മണിക്ക് കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച് താരേക്കാട് എത്തി തിരിച്ച് കോട്ടമൈതാനത്ത് തന്നെ സമാപിക്കുന്ന രീതിയിലാണ് സാരി റൺ സംഘടിപ്പിക്കുക. 3 കിലോമീറ്ററോളം ദൂരം ഓടിയോ നടന്നോ പൂർത്തിയാക്കണം. പങ്കെടുക്കുന്നവർക്ക് മെഡലും സർട്ടിഫിക്കറ്റും ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും കേരളത്തിലെ യുവത്വം ലഹരിക്ക് അടിമപ്പെടുന്നതിനും എതിരായ സന്ദേശമാണ് സാരി റൺ ഉയർത്തിപ്പിടിക്കുക. കുറേ പേർക്ക് കുറേ ആപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ സാരി എടുത്തിട്ട് നടക്കാൻ തന്നെ ചിലവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ 3 കിലോമീറ്റർ ഓടുക. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോർച്ചുനേറ്റ്ലി നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കിട്ടി. ഈ പറഞ്ഞ പോലെ നമ്മുടെ ചീഫ് ഗസ്റ്റും ഒരു ലേഡി തന്നെ ആയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഐശ്വര്യ മാഡം SI. പിന്നെ റണ്ണിങ് കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയിൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു റണ്ണർ ഉണ്ട്, ഡോക്ടർ ധ്രുതി ബാൽ എന്ന പേര്. അവർ ഒറീസയിൽ നിന്ന് വരുന്നത്. അവരുടെ ഇൻസ്റ്റാ ഹാൻഡിൽ തന്നെ അത് സാരി റണ്ണർ എന്നാണ്. അവർ അൾട്രാ മാരത്തോൺസും 24 hours കണ്ടിന്യൂസ്ലി സാരി എടുത്ത് ഓടിയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈവൻ നൗ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ നിന്നും നമുക്കൊരു വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വീഡിയോ മെസ്സേജ് നമ്മുടെ പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ട് അവർ അയച്ചു തന്നു. അതിൽ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഷൂലേസ് കെട്ടുമ്പോൾ എക്സ്ട്രാ, കാരണം തട്ടിത്തടഞ്ഞ് വീഴും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ നോർമൽ അറ്റൈറിൽ തന്നെ ലേസ് അണ്ടനായി വരാം. അപ്പോൾ അത് ആ കാര്യങ്ങളും എങ്ങനത്തെ സാരിയാണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ കംഫർട്ട്, അപ്പോൾ അങ്ങനത്തെ കുറേ ഹാൻഡി ടിപ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ അവരുടെ സൈഡിൽ നിന്നും കിട്ടി. അപ്പോൾ അത് പാർട്ടിസിപ്പൻസിന് വളരെ യൂസ്ഫുൾ ആണ്. അവർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ TP വിപിൻ, സെക്രട്ടറി ഡോക്ടർ S ദീപക്, വിമൻസ് ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ജയപ്രിയ, കോർഡിനേറ്റർ ഡോക്ടർ അനൂപ് രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മകര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം മാർച്ച് 8, 9 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. വെള്ളിയാഴ്ച രാവിലെ ദേശത്തെ പറവയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് P. രാജൻ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച മഹാഗണപതി ഹോമം, തുടർന്ന് വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തും. കൂട്ടപ്പുര, കൂട്ടാല, കുനിയമ്പാടം, വടക്കുംമുറി, കാപ്പിൽക്കുന്ന്, തെക്കുംമുറി യുവജന സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ വേലകൾ ക്ഷേത്രത്തിലെത്തും. കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഇക്കൊല്ലം 8, 9 തീയതികൾ, മാർച്ച് 8, 9 തീയതികളിൽ നടക്കുകയാണ്. മാർച്ച് 8 തീയതി വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ ഗംഭീര ഗാനമേളയും, വേല ദിവസം രാവിലെ 9 മണി മുതൽ 12 വരെ ഗംഭീര പാട്ടുമേളവും നടക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഈ പറവയ്പ്പ് വെള്ളിയാഴ്ച തൊട്ട് പറവയ്പ്പ് എടുക്കുകയും ശനിയാഴ്ച വരെ പറവയ്പ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വേലയ്ക്ക് വിവിധ കമ്മിറ്റികളിലെ 8ഓളം കമ്മിറ്റികൾ പകൽ വേല കൊണ്ടുവരുന്നുണ്ട്. ഇരട്ടക്കാള, തെയ്യം, ബാൻഡ് വാദ്യം, പൂക്കാവടി, വിവിധ വേഷങ്ങൾ എന്നിവ വേലയ്ക്ക് അകമ്പടിയാകും. ഞായറാഴ്ച വേല ദിവസം രാവിലെ 9-ന് കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ മേളം അവതരിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് വടക്കുംമുറി യുവജന സമിതിയുടെ ഗാനമേളയും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി നാരായണൻകുട്ടി, കൃഷ്ണൻ കൂട്ടാല, രാധാകൃഷ്ണൻ, കണ്ണമണി, വത്സലകുമാർ, ചന്ദ്രൻ, മാനേജർ കൃഷ്ണദാസ് എന്നിവരാണ് ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റൊലിയാണ്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് രാജ്യാന്തര ഫുട്ബോളിൽ തിരിച്ചെത്തുകയാണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഛേത്രി തിരിച്ചെത്തുന്നത്. 40-കാരനായ ഛേത്രിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് ഫുട്ബോൾ ആരാധകർ പ്രതികരിക്കുന്നത് കാണാം. മാറ്റൊലിയിലേക്ക്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചതാണ്. വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിന് അതൊരു വളരെ വളരെ മുൻകയറ്റത്തിനുള്ളൊരു കാര്യമാണ്. അത് ഇന്ത്യൻ ആരാധകർ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിൽ വീണ്ടും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ നൽകുന്നത് വിഷം ചേർത്ത വാഗ്ദാനം മാത്രമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ 1 ലക്ഷം കർഷക സമിതി ധർണ. ആശാവർക്കർമാരുടെ സമരം നീണ്ടുപോകാൻ കാരണം ആരോഗ്യമന്ത്രിയുടെ ഈഗോ. സമരാനുകൂലികളെ തീവ്രവാദികളെന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി ആക്ഷേപിക്കുന്നു. LDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃശൂർ കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് നിഗമനം. പാലക്കാട് നഗരപരിധിയിൽ ശുദ്ധജല വിതരണം അവതാളത്തിൽ. 22 ദിവസമായി പല പ്രദേശങ്ങളിലും വെള്ളമില്ല. ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് BJP പ്രതിഷേധം. വടക്കന്തറയിൽ നഗരസഭ നിർമ്മിച്ചു നൽകിയ വാട്ടർ ടാങ്ക് ഉടൻ കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യം. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി സെസ് പിരിക്കാത്തതിനെതിരെ പറളിയിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ധർണ. തൃശൂർ നഗരത്തിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കത്തിനശിച്ച ഷൊർണൂർ റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 3 ബൈക്കുകൾ. ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ആവാസം, പശ്ചാത്തലം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 44.5 കോടി രൂപയുടെ വാർഷിക ബജറ്റ് എല്ലാ മേഖലകളിലും വികസനം ഉറപ്പാക്കും വിധം സന്തുലിതമെന്ന് ഭരണസമിതി. തുടങ്ങിവെച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കുക പ്രധാന ലക്ഷ്യം. കോട്ടായി ചെമ്പൈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവത്തിന് കൊടിയേറി. ഏകാദശി സംഗീതോത്സവം ശനിയാഴ്ച തുടങ്ങും. ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ദേശങ്ങളിൽ ആഘോഷങ്ങൾ സജീവം. കുളപ്പുള്ളി തൃപ്പുറ്റക്കാവ് താലപ്പൊലിക്ക് ഒരുക്കങ്ങളായി. താലപ്പൊലി മാർച്ച് 9. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.